ജിർജിർ ഇപ്പോൾ കേരളത്തിൽ വളരെയധികം പ്രാധാന്യമർഹിച്ചുകൊണ്ടിരിക്കുന്ന പോഷകസമൃദ്ധമായ ഒരു ഇലവിളയാണ് ജിർജിർ. അറബ് രാജ്യങ്ങളിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും വളരെ പുരാതന കാലം മുതലേ മനുഷ്യർ ഈ ആരോഗ്യദായകമായ ഈ ഇലവർഗ സസ്യം ആഹാര പദാർത്ഥങ്ങളോടൊപ്പം തന്നെ പച്ചയായിട്ട് ഉപയോഗിച്ചിരുന്നു. കൊഴുപ്പും കൊളസ്ട്രോളും നിറഞ്ഞതായ മറ്റ് ആഹാര പദാർത്ഥങ്ങളൊക്കെ കഴിക്കുമ്പോൾ അത് ശരീരത്തിന് ഹാനികരമായ രീതിയിൽ ഇപ്പോൾ നാം കാണുന്ന തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസായി മാറാതെ ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ ഇത്തരം ഇലവർഗ സസ്യങ്ങളുടെ ഉപയോഗം സഹായിക്കുന്നു. അറബികളും പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരും കബ്സയും കബാബും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള മട്ടനും ചിക്കനും ബീഫുമൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു പ്ലേറ്റോളം സലാഡുകളും അതുപോലെ തന്നെ ഈ ജിർജിറിൻ്റെ ഇലകളും കൂടെ കഴിക്കുന്നത് പതിവാണ്. ഈ രീതി തുടരുന്നതിനാൽ അവരുടെ ബ്രെയിനിനെയും ലൈംഗികതയെയും ഇമ്മ്യൂണിറ്റിയെയും വർദ്ധിപ്പിക്കുവാനും അവരുടെ ഇടയിൽ ജീവിതശൈലി രോഗങ്ങളെ തടയാനും ഇത് വളരെയധികം സഹായിക്കുന്നു. ക്യാൻസറിൻ്റെ സാധ്യതകൾ കുറയ്ക്കാനും കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കാനും എല്ലിൻ്റെയും ആരോഗ്യത്തിനും തലച്ചോറിനെ ശക്തിപ്പെടുത്തുന്നതിനും ആരോഗ്യകരമായ ലൈംഗിക ജീവിതം നയിക്കുന്നതിനുമൊക്കെ ഇതിൻ്റെ ഉപയോഗം സഹായിക്കുന്നു. അപ്പോൾ ഈ ജിർജിറിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയുന്നത് ജിർജിർ അതായത് ജർജിർ എന്ന ഒരു ഇലവർഗ സസ്യത്തെ പറ്റിയാണ്. ഇംഗ്ലീഷിൽ ഇതിനെ അരുകുല എന്ന് പറയുന്നു. പാലക്ക് പോലെ തോന്നിക്കുന്ന ഒരു സസ്യമാണ് ജിർജിർ. അറബികൾ അവർ കഴിക്കുന്ന ആഹാരത്തോടൊപ്പം നല്ലൊരു അളവിൽ സലാഡും ജിർജിറും കഴിക്കുന്നു. ഇലകൾ നല്ലതുപോലെ കഴുകിയതിന് ശേഷം പച്ചയ്ക്കാണ് അവർ ഇത് ആഹാരത്തോടൊപ്പം കഴിക്കുന്നത്. ഇത് കഴിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. സൗദി അറേബ്യ ഉൾപ്പെട്ട മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഇതിനെ ജിർജിർ അഥവാ ജർജർ എന്നാണ് പറയുന്നത്. വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒരു ഇലവർഗ സസ്യമാണ് ഈ ജർജിർ. ഇത് ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കുന്നു, കണ്ണിന് നല്ല കാഴ്ചശക്തി നൽകുന്നു, തലച്ചോറിനെ ശക്തീകരിക്കുന്നു, ബുദ്ധിയും മാനസികാരോഗ്യവും വർദ്ധിപ്പിക്കുന്നു, ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അതായത് പ്രതിരോധ ശേഷിയെ കൂട്ടുന്നു, കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ശരീരത്തിന് ആവശ്യമായ ധാതുക്കളെ വലിച്ചെടുക്കാൻ ശരീരത്തിന് പ്രാപ്തി നൽകുന്നു, ലൈംഗിക ശേഷിയെ വർദ്ധിപ്പിക്കുന്നു, ജരാവ്യാധികളെ സാവധാനമാക്കുന്നു. പ്രവാസി മലയാളികൾക്ക് ഈ സസ്യത്തെപ്പറ്റി നല്ല അറിവുണ്ട്. കാരണം ഗൾഫിൽ അവർ ജോലി ചെയ്തിരുന്ന സമയങ്ങളിൽ അറബികളുടെ ഇടയിലുള്ള ആഹാരം അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൊളസ്ട്രോൾ, പ്രമേഹം, കരൾ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ തുടങ്ങി ഒട്ടനേകം രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഈ സസ്യത്തിന് കഴിയും. ഗൾഫിൽ നമ്മൾ അഫ്ഗാനി ഹോട്ടലിൽ നിന്നും പാകിസ്ഥാനി ഹോട്ടലുകളിൽ നിന്നുമൊക്കെ കബ്സച്ചോറ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ജർജിറും അവർ നൽകും. അതുപോലെ സൗദി അറേബ്യയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ പച്ചക്കറിക്കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒരു റിയാലിന് ഒരു കെട്ട് ജർജിർ മേടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അറബികൾ കബ്സയും കബാബും ഫ്രൈ ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു പ്ലേറ്റ് നിറയെ സലാഡുകളും അതായത് സവാള, കുക്കുംബർ, ക്യാരറ്റ്, റാഡിഷ്, തക്കാളി ഇവയുടെയൊക്കെ സലാഡിൻ്റെ കൂടെ നല്ല അളവിൽ ജർജറും കഴിക്കുന്നു. ആയതിനാൽ തന്നെ അവർക്കൊക്കെ മലയാളികളെ അപേക്ഷിച്ച് ജീവിതശൈലി രോഗങ്ങൾ വളരെ കുറവാണ്. നല്ല വയസ്സായിട്ടുള്ള അറബികൾ പോലും 18, 20, 25 വയസ്സൊക്കെയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ച് പൊടിക്കുഞ്ഞുങ്ങളുമായിട്ട് സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ മലയാളികൾക്ക് വറുത്തതും പൊരിച്ചതും ചിക്കനും മട്ടനും ബീഫും ഒക്കെ വയറ് നിറച്ച് വെട്ടിയടിച്ചാൽ പോലും പച്ചക്കറികൾ ഒരല്പം പോലും ഉപയോഗിക്കാൻ അവർക്ക് മടിയാണ്. ശരീരം അനക്കിയുള്ള ജോലികൾ ചെയ്യാനും മടിയാണ്. ബുദ്ധിമുട്ടുകൾ കൂടാതെയുള്ള ജീവിതവും അതോടൊപ്പം ടിവിയുടെയും മൊബൈലിൻ്റെയും മുമ്പിൽ മണിക്കൂറുകൾ ചെലവഴിക്കാനുമൊക്കെയാണ് ഇവർ താല്പര്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും മെയ് അനങ്ങാതെയുള്ള ജീവിത രീതികളും മലയാളികളുടെ ഇടയിൽ പലതരം ജീവിതശൈലി രോഗങ്ങളും വന്നു ഭവിച്ചിരിക്കുന്നു. ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഇനിയും നമുക്ക് ഈ ജർജറിനെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളിലേക്ക് കടക്കാം. ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഈ ഇലവർഗത്തിൽപ്പെട്ട ഈ സസ്യം ബ്രാസിക്കേസിയ സസ്യകുടുംബത്തിൽപ്പെട്ടതാണ്. അതായത് കടുക്, കോളിഫ്ലവർ, ക്യാബേജ് എന്നീ സസ്യങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എറിക്ക സാറ്റീവ എന്നുമാണ്. അറബികൾ ഇതിനെ ജിർജിർ അല്ലെങ്കിൽ ജാർജിർ എന്നും
ഉറുദുവിൽ ടാർമിറ എന്നും ഫ്രഞ്ചിൽ റോക്കറ്റ്, തുർക്കിയിൽ റോക്ക, റഷ്യൻ ഭാഷയിൽ ഇൻഡ, ഇറ്റാലിയൻ ഭാഷയിൽ റുക്കോള അല്ലെങ്കിൽ റൂച്ചട്ട, ഇംഗ്ലീഷിൽ അരികുല എന്നുമൊക്കെ ഇതിനെ വിളിക്കുന്നു. കേരളത്തിൽ അധികം പ്രചാരമില്ലാത്ത ഒരു ഇലവിളയാണ് ഈ ജർജിർ. എന്നാൽ ഇന്ന് ഇതിൻ്റെ ആരോഗ്യ പ്രാധാന്യത്തെ കണക്കിലെടുത്ത് അറബികളുടെ ഈ രുചി നാട്ടിലേക്കും എത്തിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഇത് കഴുകി വൃത്തിയാക്കി പച്ചയായിട്ടാണ് കഴിക്കേണ്ടത്. വടക്കൻ കേരളത്തിൽ മലപ്പുറത്തും വയനാട്ടിലുമൊക്കെ ഇത് ചിലയിടങ്ങളിൽ കൃഷി ചെയ്തു വരുന്നു. ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള രോഗപ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ സസ്യത്തിൻ്റെ പ്രധാന ഗുണവിശേഷം. ഇത് ശീലമാക്കിയിട്ടുള്ളവർക്ക് ആസ്വാദികരമായ ഒരിനം ചവർപ്പാണ് ഇതിൻ്റെ രുചി. AD 800-ാം ആണ്ട് മുതൽ മനുഷ്യർ ഈ സസ്യത്തിൻ്റെ ഇല ആഹാരസാധനമായി ഉപയോഗിച്ചിരുന്നു. ഇത് ഒരു ഔഷധ സസ്യമായും പോഷകസമൃദ്ധമായ ഒരു പച്ചക്കറിയായും ഈ അരുകുലയെ ഉപയോഗിച്ചിരുന്നു എന്ന ചരിത്ര ഗവേഷണങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ വിഷം പുറത്തെടുക്കാൻ പാശ്ചാത്യർ പ്ലാസ്റ്ററിൽ അരുകുല ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണവും ഉപയോഗവും ഇത് ഫലപ്രദമായ ഒരു ലൈംഗിക ഉത്തേജകമാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഈ ഇലവർഗ സസ്യത്തെ പച്ചയ്ക്കോ സലാഡുകളിൽ ചേർത്തോ കഴിക്കുന്നു. ഈ സസ്യം ലൈംഗിക ശേഷി അസാധാരണമായി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇത് കൃഷി ചെയ്യുന്നതും വിപണനം ചെയ്യുന്നതും യൂറോപ്പിലെ മതനേതൃത്വം ഒരു കാലത്ത് ഇത് വിലക്കിയിരുന്നു എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ പാകം ചെയ്തു കഴിഞ്ഞ പിസയിലും സലാഡുകളിലും അരുകുല ചേർത്ത് കഴിക്കുന്നു. അമേരിക്കയിൽ ഈ സസ്യത്തെ അരുകുല എന്നാണ് പൊതുവെ വിളിക്കുന്നത്. മറ്റു ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ റോക്കറ്റ് എന്നും വിളിക്കുന്നു. അതായത് ഗാർഡൻ റോക്കറ്റ്, സലാഡ് റോക്കറ്റ് എന്നൊക്കെ പറയുന്നു. ഇതിൻ്റെ കൃഷിരീതികൾ നമുക്ക് നോക്കാം. മിക്കവാറും പാശ്ചാത്യ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഇത് കൃഷി ചെയ്തു വരുന്നു. ഗ്രീസ്, തുർക്കി, ഇറ്റലി, മെഡിറ്ററേനിയൻ രാജ്യങ്ങൾ, അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെ ഇത് കൃഷി ചെയ്തു വരുന്നുണ്ട്. ഈ സസ്യത്തിൻ്റെ ഔഷധ പ്രാധാന്യത്തെ പരിഗണിച്ച് ഇപ്പോൾ കേരളത്തിലും ഇത് കൃഷി ചെയ്യുന്നത് ഒരു തരംഗമായി മാറിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ ഇത് മിതമായ തോതിൽ കൃഷി ചെയ്തു വരുന്നു. ഇതിൻ്റെ കൃഷിക്ക് പ്രത്യേകം പരിഗണനയോ വളപ്രയോഗങ്ങളോ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ വിത്ത് പാകി മുളപ്പിച്ച് 5-6 സെൻറ്റിമീറ്റർ പൊക്കമാകുമ്പോൾ തന്നെ പറിച്ചു നടാവുന്നതാണ്. ഏതാണ്ട് ഒരു 15 സെൻറ്റിമീറ്റർ പൊക്കം വെക്കുമ്പോൾ പറിച്ചെടുത്ത് കഴുകി ഇത് നമുക്ക് ഉപയോഗിക്കാം. ചീരയെപ്പോലെ തന്നെ ഈ സസ്യത്തിൽ പൂവും കായും വരുന്നതിന് മുമ്പ് വിളവെടുക്കാൻ ശ്രദ്ധിക്കണം. 1-2 എണ്ണം ഒക്കെ വിളവെടുക്കാതെ നിർത്തിയാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ വിത്ത് ശേഖരിച്ച് വീണ്ടും കൃഷി ചെയ്യുവാനായിട്ട് പറ്റും. ഇതിൻ്റെ വിത്ത് പാകി പറിച്ചു നടുന്നതാണ് ഉത്തമം. നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചാണകപ്പൊടി നന്നായി ഉണക്കിപ്പൊടിച്ച് മണ്ണുമായി കൂട്ടിക്കലർത്തുന്നത് നല്ലതാണ്. അങ്ങനെ ശരിയാക്കിയെടുത്ത സ്ഥലത്ത് ഇത് നമുക്ക് പറിച്ചു നടാം. ഇനിയും ഒരുപാട് കൂടി നിൽക്കുന്നില്ലെങ്കിലും വെള്ളത്തിൻ്റെ നല്ല അംശമുണ്ടെങ്കിലും പറിച്ചു നടേണ്ട ആവശ്യവും വരുന്നില്ല. പച്ചക്കറി വിത്ത്, ചീര വിത്ത്, വളം എന്നിവയൊക്കെ വിൽക്കുന്ന കടകളിൽ തിരക്കിയാൽ ചിലപ്പോൾ ഇതിൻ്റെ വിത്തും ലഭിച്ചേക്കാം. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇതിൻ്റെ വിത്ത് നമുക്ക് മേടിക്കാൻ ലഭിക്കുന്നതാണ്. ഇനി ഈ സസ്യത്തിലടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അരികുലയ്ക്ക് അപാരമായ പോഷകമൂല്യമുണ്ട്. ഇതിൽ ഉയർന്ന അളവിൽ ഫോളിക് ആസിഡും ആൻറ്റി ഓക്സിഡൻറ്റുകളായ വിറ്റാമിൻ A, വിറ്റാമിൻ K, വിറ്റാമിൻ C, വിറ്റാമിൻ B6, B കോംപ്ലക്സ് കൂടാതെ പ്രധാന ധാതുക്കളായ പൊട്ടാസ്യം, മാംഗനീസ്, കാൽസ്യം എന്നിവയുമൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ കരോട്ടിനോയിഡുകളാൽ സമ്പന്നമാണിത്. ഇതിൽ ധാരാളം ഫൈറ്റോ കെമിക്കലുകൾ അടങ്ങിയിരിക്കുന്നു. ഈ ഫൈറ്റോ കെമിക്കലുകൾ ക്യാൻസറിനെ തടയാൻ സഹായിക്കുന്നു. ഇതിൽ കുറഞ്ഞ കലോറിയും എന്നാൽ പോഷകസമ്പന്നവുമാണ്. മറ്റ് ഇലക്കറികളെ അപേക്ഷിച്ച് അരികുലയിൽ ഓക്സലേറ്റുകളുടെ അളവ് കുറവാണ്. ഇത് ധാതുക്കളെ എളുപ്പത്തിൽ ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി പരിശോധിക്കാം. ഇതിന് ചെറുതായ ഉപ്പ് രുചി ഉള്ളതുകൊണ്ട് ഇത് കഴിക്കുന്നത് യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ജർജിർ സ്ഥിരമായ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ കൊളസ്ട്രോൾ, പ്രമേഹം, ശ്വാസകോശങ്ങൾ, കരൾ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞിരിക്കും. ഡയബറ്റീസ് മെലിറ്റസിൻ്റെ ചികിത്സയ്ക്കും പരിപാലനത്തിനും ഇതിൻ്റെ വിത്തുകൾ ഏറെ നല്ലതാണ് എന്ന് പറയുന്നു. ജർജിർ സ്ഥിരമായി കഴിക്കുന്നത് മൂലം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ശ്വാസകോശം, അന്നനാളം, ചർമ്മം, വൻകുടൽ, പ്രോസ്റ്റേറ്റ്, സ്തനം, ഗർഭാശയം, ഓവറി എന്നിവിടങ്ങളിലെ അർബുദങ്ങളെ തടയാനായിട്ട് ഇത് സഹായിക്കുന്നു. കൂടാതെ മുടി സമൃദ്ധമായി വളരാനും അകാല നരയെ തടയാനുമൊക്കെ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഈ സസ്യത്തിലുണ്ട് എന്ന് പഠന റിപ്പോർട്ട്. പൊള്ളൽ, മുടികൊഴിച്ചിൽ എന്നിവയുടെ ചികിത്സയ്ക്കായി ഇതിൻ്റെ എണ്ണ ഉപയോഗിച്ചിരുന്നു. ഇത് ലിവറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ലിവർ ക്ലീൻ ചെയ്യാനും വൃക്കയിലെ മാലിന്യങ്ങൾ മാറ്റാനും വയറിൻ്റെ സ്തംഭനം കുറയ്ക്കാനുമൊക്കെ ഇത് സഹായിക്കുന്നു.
ഇത് നല്ല ഉറക്കത്തെ സമ്മാനിക്കുന്നു. സ്ത്രീകളിലും പുരുഷന്മാരിലും ലൈംഗിക മരവിപ്പ് മാറ്റി ലൈംഗിക താല്പര്യം കൂട്ടുന്നു. പുരുഷന്മാരിൽ ഉദ്ധാരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ജർജിർ അതായത് അലുഗുരു എന്ന ഈ സസ്യത്തെപ്പറ്റി പറയാനുള്ളത്. ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.